ചരിത്രപ്രസിദ്ധമായ നമ്മുടെ പ്രോഫ്കോൺ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഏതൊരു വിഷയമാണോ അന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, അതേ വിഷയം ഈ മഹാസംഗമത്തിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടായത് ആ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടായിരിക്കാം. കാസർഗോഡ് പ്രോഫ്കോൺ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ കാസർഗോഡ് പ്രോഫ്കോണിൽ ഇതുപോലെ അടുത്തത് സഹോദരങ്ങളെ വിഷയം അവതരിപ്പിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരിയാണ് എന്ന് അനൗൺസ്മെന്റ് ചെയ്ത ഫഹമി. ഞാൻ ഓർക്കുകയാണ്, ഫഹമി എന്ന് നമ്മളോടൊപ്പമില്ല. ഫഹമിയുടെ കുഞ്ഞും ആ വീട്ടിൽ നിന്ന് വളരുന്നില്ല. ശ്മശാനത്തിലെ അസ്ഥിപഞ്ജരങ്ങളായി മണ്ണോട് മണ്ണ് ചേർന്ന് നമ്മുടെ ഫഹമി ഖബറിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ഇനി ദുനിയാവിലേക്ക് ഒരു റിട്ടേൺ ഇല്ല. കേരള നദുവത്തുൽ മുജാഹിദിന്റെ സ്റ്റേറ്റ് ട്രഷറർ ബഹുമാന്യനായ നൂർഷക്കായുടെ മകൻ വയനാട്ടിലെ പൂക്കോട് തടാകത്തിൽ കുടുംബസമേതം ഭൗതികമായ അല്പം ആനന്ദവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ കാണുന്നതിനിടയിൽ ആ വെള്ളത്തിന്റെ ആഴങ്ങളിൽ കുടുംബങ്ങൾ മുങ്ങിത്താന്നപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പെടാപാടുപെട്ട് അവസാനം നൂർഷക്കായുടെ മൂത്ത മകൻ വെള്ളത്തിന്റെ അഗാധതകളിലേക്ക് അമർന്ന് മരണത്തെ കൈവരിച്ചപ്പോൾ ആ മയ്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആദരണീയനായ തോട്ടശ്ശേരി ഇസ്മായിൽ ക ഈ സംഘടനയ്ക്ക് ഏറെ പ്രിയങ്കരനാണ്. ബൈലക്സ് മെസഞ്ചറിലൂടെ മലയാളികൾ ജീവിക്കുന്ന മണ്ണിൽ തോട്ടശ്ശേരി അറ ഇസ്മായിൽ ക എന്ന പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തിനായിരിക്കാം അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ട്, ഏകപുത്രനെയും കൊണ്ട് വിവാഹിതനായി 8 മാസം ഗർഭിണിയായ ആ ഭാര്യയെ വേർപെട്ട് ഇസ്മായിൽ കായുടെ മകനും അദ്ദേഹവും ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്? എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, ഇസ്മായിൽ കായുടെ ഒറ്റ മകൻ അനവധി സൗഭാഗ്യങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും ചുക്കാൻ പിടിക്കേണ്ട ഇസ്മായിൽ ഖാന്റെ എല്ലാ ബിസിനസ്സുകളെയും നാളെ കൊണ്ടു നടക്കേണ്ട മകൻ എന്തിനായിരിക്കും ഉഗാണ്ടയിൽ ചെന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രദേശത്ത് നിങ്ങൾ എത്തുമെന്ന വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം അല്ലാഹുവിന്റെ ഗ്രന്ഥം പറയുന്ന മനോഹരമായ ചിന്തനീയമായ ഒരു വചനം. ആ വചനം ഇതാണ്: ഭൂമുഖത്ത് എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക, എവിടെയാണ് എന്താണ് സംഭവിക്കുക എന്ന് നമ്മളോട് ആരോടും, ലോകത്തിലെ ഒരു പ്രസിദ്ധനോടും ഒരു പ്രവാചകനോട് പോലും അല്ലാഹു അറിയിച്ചിട്ടില്ലല്ലോ പ്രിയങ്കരരെ എന്ന് ആലോചിച്ചു നോക്ക്. ഉഗാണ്ടയിൽ എന്തിനാണ്? തുർമുദിയിലെ ഹദീസ് എല്ലാവർക്കും സുപരിചിതമാണ്. ഖുർആനിന്റെ വചനവും യുദ്ധരംഗത്ത് യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ മടിച്ചിരുന്ന ആളുകളോട് അള്ളാഹു പറയുന്നത് ബുറൂജിം മുശയ്യദ, ഒരു കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും മലക്കുൽ മൗത്ത് അവിടെ കടന്നുവരും. കുൽ യതവഫാകും മലക്കുൽ മൗത്തുല്ലദീ ഉക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. സൂറത്ത് സജദയിലെ 12-ാമത്തെ മനോഹരമായ ചിന്തനീയമായ വചനമാണ്. അതേ, ആ മലക്കുൽ മൗത്ത്, മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട മലക്കുൽ മൗത്ത് നിങ്ങളെ സമീപിക്കുക തന്നെ ചെയ്യും. അതെവിടെ വെച്ചായിരിക്കും? വീട്ടിൽ വെച്ചായിരിക്കുമോ? കോളേജിൽ വെച്ചായിരിക്കുമോ? ടോയ്ലറ്റിൽ വെച്ചായിരിക്കുമോ? ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ വെച്ചായിരിക്കുമോ? ആകാശഗംഗയിലെ ഫ്ലൈറ്റിലെ അനുഗ്രഹീതമെന്ന് വിചാരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷറി സൗകര്യമുള്ള വലിയ വിമാന സൗകര്യങ്ങളിൽ വെച്ചായിരിക്കുമോ? ഇന്റർനാഷണൽ ലെവൽ ഹോട്ടലുകളുടെ ഏറ്റവും ശീതീകരിച്ച റൂമിൽ വെച്ചായിരിക്കുമോ? പാടത്തും പറമ്പത്തും പാറക്കോറിയിലും പണിയെടുക്കുമ്പോഴായിരിക്കുമോ? നമുക്കാർക്കും അറിയില്ല. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തുല്ലദീ ഉക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളെ സൃഷ്ടിച്ച നാഥനിലേക്കുള്ള മടക്കത്തിന്റെ തിരശീല വീഴുകയാണ്. ആ നാഥനിലേക്ക് മടങ്ങിപ്പോകാൻ ഇതാ മരണമാകുന്ന വാതിൽ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ വേദഗ്രന്ഥമായ ഒടുവിലത്തെ ഗ്രന്ഥമായ തിരുദൂതരിലൂടെ ഓതിക്കേൾപ്പിക്കപ്പെട്ട അതേ നിങ്ങളോട്, മനുഷ്യരോട് അല്ലാഹു ചോദിച്ച അഫലാ യതദബ്ബറൂനൽ ഖുർആൻ,
അമ്മലാ ഖുലൂബിൻ അക്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ച് ഇത്രയേറെ വിശദീകരിച്ച ഒരു ഗ്രന്ഥം 60 കൊല്ലമോ 70 കൊല്ലമോ, സയൻസ് പറയുന്ന 120 കൊല്ലമോ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന നാം ആഗ്രഹിക്കുന്നുണ്ട് അമരത്വം എന്നും നിലനിൽക്കാൻ. വി.ഐ. ലെനിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചത് അങ്ങനെയാണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ശരീരം സൂക്ഷിച്ചത് അങ്ങനെയാണ്. ഈജിപ്തിലെ മമ്മികൾ കാത്തു സൂക്ഷിച്ചത് അങ്ങനെയാണ്. ഒരു തിരിച്ചു ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധിച്ചാൽ കോടികൾ മുടക്കി തന്റെ നേതാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ കാത്തു സൂക്ഷിച്ചത് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളെ, ഈ ഒരു മോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അറിയുക, ഒരു റിട്ടേൺ ദുനിയാവിലേക്കില്ല. ആദമിന്റെ പുത്ര, ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ്, എന്നെ നീ മാക്സിമം ഉപയോഗപ്പെടുത്തണം. കാരണം എനിക്കൊരു റിട്ടേൺ ഇല്ല. പ്രവാചക വചനങ്ങളിലെ മൊഴിമുത്തുകളിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്. അക്സിറോ, നിങ്ങൾ ധാരാളമായി ഓർക്കണേ. സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിന്റെ ഐസിയുടെ മുമ്പിൽ പലതവണ നിൽക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആക്സിഡന്റ് പറ്റി ഗുരുതരാവസ്ഥയിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോ ബാപ്പ നെടുവീർപ്പിട്ട് പുറത്തു നിൽക്കുന്നു. ബാപ്പാന്റെ ചോദ്യം, ഡോക്ടറെ, എന്റെ മോന്റെ കാര്യം എന്താ? എന്റെ മോന് രക്ഷപ്പെടുമോ എന്നാണ്. ആ ഡോക്ടർ ഷോൾഡറിൽ ഇങ്ങനെ തട്ടി. ഒന്നും ഉരിയാടാൻ ആ ചുണ്ടിനിടയിലെ നാവുകൾക്ക് സാധിച്ചില്ല. കാരണം ഡോക്ടർക്കറിയാം ഭൗതികമായി ഇനി ആ മകന് രക്ഷയില്ല എന്ന്. വേർപാടിന്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരെ, ഒരാൾക്ക് വർണ്ണിക്കാനാവാത്ത ആ വേർപാടിന്റെ വേദന. സുഹൃത്ത് ഗൾഫിൽ പോയാൽ ഇൻഷാ അല്ലാ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം, ഇൻഷാ അല്ലാ ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ചെയ്യാം, ഇൻഷാ അല്ലാ കോള് വിളിക്കാം, ഇൻഷാ അല്ലാ ലെറ്റർ അയക്കാം, ഇൻഷാ അല്ലാ അവൻ എനിക്കൊരു വിസിറ്റിംഗ് വിസ ഇട്ട് തന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ശവമഞ്ചത്തിലേറി 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിലേക്ക് പ്രിയങ്കരനായ ക്ലാസ്മേറ്റിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അറിയാം, ഇനി എന്റെ ബഷീർ തിരിച്ചു വരില്ല, ഇനി എന്റെ നാസർ തിരിച്ചു വരില്ല, ഇനി എന്റെ അനസ് തിരിച്ചു വരില്ല, ഇനി എന്റെ ഗഫൂർ തിരിച്ചു വരില്ല. അവൻ തിരിച്ചു വരില്ല. 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിൽ, അതേ അവിടെ അല്ലാഹു പറഞ്ഞ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. സൂറത്ത് ത്വാഹ 55-ാമത്തെ വാചകമാണ്. മണ്ണിൽ നിന്നായിരുന്നു നിങ്ങൾ. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജാ വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാതാ. സൂറത്ത് 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ 13 മുതലുള്ള വചനമാണ്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു. സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജാ, ഈ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടും. സുമ്മ അമാതഹു ഫഅക്ബറ, സുമ്മ അമാതഹു ഫഅക്ബറ, പിന്നെ നിങ്ങൾ മരിക്കുകയും 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിലെ കറുത്ത വണ്ടുകൾ മക്കളെ ഈ സൗന്ദര്യമുള്ള മുഖം കാർന്നു തിന്നാൻ, ഈ മനോഹാരിതയായ അരോഗതികാത്രമായ കായബലമുള്ള ഈ ശരീരത്തെ 2-3 ദിവസങ്ങളെ കൊണ്ട് കറുത്ത വണ്ടുകൾ, വെളുത്ത പുഴുക്കൾ ശരീരത്തിന്റെ കവിൾത്തടകളിൽ അത് ആഞ്ഞ് കടിച്ചു മാംസങ്ങൾ തിന്ന് അസ്ഥിപഞ്ചരമായി ഇന്ന് കിടക്കുന്നുണ്ട്. മൻസൂർ കിടക്കുന്നുണ്ട്, ബഷീർ കിടക്കുന്നുണ്ട്, അബ്ദുൽ ഖാദർ കിടക്കുന്നുണ്ട്. വിമാനം അത് കത്തിച്ചാമ്പലായി കരിഞ്ഞ് എടുക്കാൻ പോലുമില്ലാത്തവർ ആ ബർസഖി ലോകത്ത് കിടക്കുന്നുണ്ട്. അഹങ്കാരികളായ ഹാമാന്മാർ, കാറൂന്മാർ, നമ്രൂദുമാർ, അതുപോലെ ലോകത്തിലെ വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാട്ടുമാർ, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അങ്ങനെ ലോകത്താരൊക്കെയുണ്ടോ കായബലമുള്ളവർ, രാജ്യത്തിന്റെ ഭരണമേറ്റവർ, കാർമേഘമേ നീ സ്വച്ഛന്തം സഞ്ചരിച്ചു കൊള്ളുക. നിന്റെ മേഘാവൃതമായ മഴ വർഷിക്കുന്നിടത്തൊക്കെ എന്റെ അധികാര സീമകളുള്ള സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞ ഹാറൂൺ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകളും മണ്ണിന്റെ ഭാഗമായി. കാലചക്രത്തിന്റെ കറക്കത്തിൽപ്പെടാത്ത ഒരാളും ഉണ്ടായിട്ടില്ല മക്കളെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫ്രീ തിങ്കേഴ്സിന്റെ പിന്നാലെ പോകുന്ന, റൈറ്റ് തിങ്കേഴ്സിന്റെ പിന്നാലെ പോകുന്ന, ദൈവമില്ലെന്ന് പറയാൻ ദൈവം കൊടുത്ത നാവ് കൊണ്ട് സാധിക്കുന്ന, അല്ലാഹു ഇല്ലെന്ന് പറയാൻ, പരലോകമില്ലെന്ന് പറയാൻ, ജീവിതത്തിൽ ലക്ഷ്യമില്ലെന്ന് പറയാൻ, നാക്കാലികളെ പോലെ നിന്നും കുടിച്ചും ആർത്തും ഉല്ലസിച്ചും ഒക്കെ നാക്കാലികളെ പോലെ, പന്നിയെ പോലെ, കാളയെ പോലെ, പോത്തിനെ പോലെ, കുരങ്ങിനെ പോലെ
ഈ മണ്ണിന്റെ ഭാഗമായി ചീരുമെന്ന് പറയാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കുമോ സഹോദര? ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത്, നഹ്നു ഖദ്ദർനാഹു ബൈനകും നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. അല്ലാഹു മരണത്തെ വിധിച്ചിരിക്കുന്നു. വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഇദാ വഖഅത്തിൽ വാഖിയയുടെ മനോഹരമായ വചനമാണ്. 56-ാം അധ്യായത്തിന്റെ വചനമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത. അല്ലാഹു നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചിരിക്കുന്നു. അല്ലാഹുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ലെനിന് കഴിഞ്ഞില്ലല്ലോ, മുസോളിനിക്ക് കഴിഞ്ഞില്ലല്ലോ, അലക്സാണ്ടർ ദി ഗ്രേറ്റിന് കഴിഞ്ഞില്ലല്ലോ, ഹിറ്റ്ലറിന് കഴിഞ്ഞില്ലല്ലോ, നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കഴിഞ്ഞില്ലല്ലോ. ഒരുപാട് കാലം രാജ്യത്തെ നയിക്കണമെന്ന് വിചാരിച്ച മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പില്ലല്ലോ, ഇന്ദിരാഗാന്ധി ജീവിച്ചിരിപ്പില്ലല്ലോ, രാജീവ് ഗാന്ധി ജീവിച്ചിരിപ്പില്ലല്ലോ. ഇനി ട്രംപും നമ്മുടെ പ്രധാനമന്ത്രിയും എല്ലാവരും കാലചക്രത്തിൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അവരൊക്കെ കഴിഞ്ഞുപോയില്ല മക്കളെ. ഏത് ഏക ഛത്രാധിപതിയാണ് മണ്ണിന്റെ ഭാഗമാകാത്തത്? അലക്സാണ്ടർ ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ കൈകൾ ക്ഷാമഞ്ചത്തുനിന്ന് പുറത്തേക്കെടുത്തിട്ടില്ലേ? അദ്ദേഹത്തിന്റെ രാജതെരുവീതികളിൽ സമ്പാദിച്ച ഖജനാവുകളുടെ ദീനാറുകളും ദിർഹമുകളും നിക്ഷേപിച്ചില്ലേ? ലോകത്തിലെ പ്രസിദ്ധരായ ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിച്ചില്ലേ? എന്നിട്ട് എന്തുണ്ടായി? എന്റെ പ്രിയപ്പെട്ട മക്കളോട്, ദ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ലോകത്ത് പുതിയ ബൈക്കുകളിട്ട് വാഹനങ്ങൾ വെട്ടിച്ച് കയറുമ്പോ എന്റെ ഭാര്യയുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന എന്റെ ഭാര്യയുടെ അനുജനെ നിങ്ങളൊന്ന് ഓർക്കണം. എന്റെ അളിയനെ, എനിക്ക് ഒരേ ഒരു അളിയനേ ഉണ്ടായിരുന്നുള്ളൂ. മോനെ, രാവിലെ പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ബൈക്കെടുത്ത് പോകണ്ട, നിന്റെ ഓട്ടത്തിൽ നിന്റെ വണ്ടി ഓടിക്കലിൽ അളിയന് തൃപ്തിയില്ല മോനെ, നിന്റെ മരണം മണക്കുന്നുണ്ട് ഈ അളിയൻ ഇന്ന് എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ എന്റെ മുമ്പിൽ ബൈക്ക് വെച്ച് അവിടെ ലോക്ക് ചെയ്ത് അനുസരണമുള്ള അളിയനായി കോഴിക്കോട് പോയി എന്നെ കാണാതെ എന്നെ ധിക്കരിച്ച് ഒരു ബൈക്കെടുത്ത് വയനാടിന്റെ ചുരം കയറി 4 വാഹനങ്ങളെ വെട്ടിച്ച് ഓവർടേക്ക് ചെയ്തപ്പോ ടിപ്പർ ലോറി വന്ന് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. എന്റെ അളിയൻ ആ ടിപ്പർ ലോറിയിൽ ഇടിച്ച് തലച്ചോറ് പുറത്തേക്ക് വന്ന് അസ്ഥികപാലം കൊണ്ട് നിർമ്മിക്കപ്പെട്ട തലയോട്ടി അടിച്ചു തെറിപ്പിച്ച് മുഖഭാവമെല്ലാം വൈരൂപ്യമായി ആ മയ്യത്തിനെ കയ്യിലേന്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ച് ആരെപ്പോൾ മരിക്കും എന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു മരണം നിശ്ചയിച്ച ഒരു ഏരിയ, ആ ഏരിയയിൽ നിങ്ങൾ വരും, അവിടെ നിങ്ങൾ എത്തും, അതിനെ തടുക്കാൻ നിങ്ങൾക്കാവില്ല. പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തിനാ എന്റെ മോൻ അവിടെ പോയത്, എന്തിനാ എന്റെ അനിയൻ കുട്ടി അവിടെ പോയത്, എന്തിനായിരിക്കുമല്ലേടാ നമ്മുടെ സുഹൃത്ത് അവിടെ പോയി, അവൻ എന്താടാ അതിന്റെ ആവശ്യം, അവിടെ പോകേണ്ട കാര്യം എന്താ അവന്, എന്തിനാ അവനവിടെ? അല്ല പറയുന്നു, മക്കളെ, മരിക്കേണ്ട ദിക്കിൽ മരിക്കേണ്ട സമയത്ത് അവിടെ അവനെ കൊണ്ടുവരും. ആരെങ്കിലും കെഞ്ചി നോക്കിയാൽ, ഡോക്ടറെ എത്ര ലക്ഷം വേണമെങ്കിലും എന്റെ മോന്റെ കാര്യത്തിൽ ഞാൻ മുടക്കാം, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അല്ലെ, മനുഷ്യന്റെ നിസ്സഹായതയുടെ ഖുലിഖൽ ഇൻസാനു ദഈഫാ. അല്ലെ, ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, മനുഷ്യൻ എത്ര ദുർബലനാണ്. സൂറത്തുൽ നിസായിലാ പറയുന്നത്, എടാ രക്ഷപ്പെടുവോ? ഇല്ല കേട്ടോ, ഇല്ല എന്നാ പറയുന്നത്. നമ്മുടെ സുഹൃത്ത് രക്ഷപ്പെടുവോ? എടാ മറ്റവൻ രക്ഷപ്പെട്ടടാ. ആലോചിച്ചു നോക്കിയേ, ഒരു 2 വീലർ വെന്നിയൂരിന്റെ, മലപ്പുറം ജില്ലയിലെ വെന്നിയൂരിന്റെ ഒരേ ദിശയിലേക്ക് 2 2 വീലർ മത്സരിച്ചോടുകയാണ്. ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ഒരു യുവത്വം വലിയ ശബ്ദമുണ്ടാക്കി വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുമ്പോ മരണത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന മക്കളെ ഓർക്കണം ബാപ്പാനെ. നമ്മളെ പ്രതീക്ഷയാണ്, നമ്മുടെ ഉപ്പാന്റെ പ്രതീക്ഷ എന്താ? എന്റെ മോൻ വളരും, എന്റെ മോൻ വലിയവനാകും, ബാപ്പ വാർദ്ധക്യത്തിലെത്തുമ്പോൾ എനിക്ക് അഭയമായി എന്റെ മോനുണ്ടാവും. റോട്ടിൽ കിടന്നു മരിക്കാനുള്ളതല്ല. ഓർക്കുന്നുണ്ടോ നിങ്ങൾ പത്തനംതിട്ടയിൽ ഋഷാദ് സിംഗ് വന്നിട്ട് പ്രസംഗിച്ചൊരു പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാജ്യത്തിനു വേണ്ടി മരിച്ചവർ ധീരമരണമാണ്, മതത്തിനു വേണ്ടി മരിച്ചവർ ധീരമരണമാണ്. ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചവർ എന്തിനു മരിക്കുന്നു? അവരുടെ തോന്നിവാസം കൊണ്ടല്ലാതെ എന്ന് ഋഷാദ് സിംഗ് അന്ന് പ്രസംഗിച്ച ഓർമ്മ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ബൈക്ക് ഓടിച്ചു പോയി മത്സരിച്ചോടി വെന്നിയൂരിന്റെ ഹൈവേയിൽ, രണ്ടും ഒരേ ദിശയിൽ. ഒരാളെ വെട്ടിച്ചപ്പോ അല്പമൊന്ന് തെറ്റി ഇടിച്ച് റോട്ടിൽ വീണു. 2 കൂട്ടുകാരിൽ ഒരാൾക്ക് ഒരു പരിക്കും പറ്റിയില്ല, ഒരു പരിക്കും. വേറൊരാൾക്ക് നന്നായി പരിക്ക് പറ്റി.
പരിക്കൊന്നും പറ്റാത്തവൻ മരിച്ചുപോയി, ധാരാളം പരിക്ക് പറ്റിയവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. സഹോദര, അള്ളാഹ് നിശ്ചയിക്കാതെ ഒരാൾക്ക് മരിക്കാൻ കഴിയില്ല. എടവണ്ണ എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി 3 തവണ അയാളെ തലച്ചോറ് വലിയ പ്രതിസന്ധി നേരിട്ടു. പക്ഷേ ഇന്നും അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തമിഴ്നാട്ടുകാരൻ ബസ്സിൽ മുറുക്കിയിട്ട് അയാൾ കാർക്കിച്ചു തുപ്പിയപ്പോ നല്ല ഡ്രസ്സ് ധരിച്ചൊരു മനുഷ്യന്റെ മേൽ അയാളുടെ തുപ്പലാകുന്നു. അയാളുമായി തർക്കിച്ച് അയാൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. ആര്? ടിപ് ടോപ്പിൽ വസ്ത്രം ധരിച്ച് തന്റെ മേൽ തമിഴ്നാട്ടുകാരൻ തുപ്പിയതോർത്ത് അവനുമായി കോപാകുലനായി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ മനുഷ്യൻ അറിയുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അയാൾ സഞ്ചരിച്ച ബസ് ആക്സിഡന്റ് പറ്റി കത്തി, അതിന്റെ ടാങ്ക് കത്തി, എല്ലാവരും പരിക്ക് പറ്റി, ഒരുപാട് ആളുകൾ മരിച്ചിരിക്കുന്നു എന്ന്. എന്തിനാ അള്ളാഹു അയാൾ അവിടെ ഇറക്കിയത്? എന്തിനാ തമിഴ്നാട്ടുകാരൻ തുപ്പിയത്? ആ തുപ്പൽ എന്തിനാ അയാളുടെ ശരീരത്തിലായത്? അയാളെ മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ 16-ാം അധ്യായം 61-ാമത്തെ വചനമാണ്. ഇല്ല, അള്ളാഹു നിശ്ചയിക്കാത്തൊരു സമയത്ത് ഒരാളും മരിക്കില്ല, ഒരു മനുഷ്യനും മരിക്കില്ല. അള്ളാഹു നിശ്ചയിച്ചാലോ മക്കളെ, ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. ഒരു നാഴിക ഒരാൾക്കും, ഒരു കോടീശ്വരനും, ലോകത്തിലെ ബിൽഗേറ്റ്സുമാർക്ക്, അംബാനിമാർക്ക്, ടാറ്റമാർക്ക്, കോടീശ്വരന്മാർക്ക് തന്റെ മകൻ മരിക്കാൻ കിടക്കുമ്പോ അവനെ അതിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ബോധ്യപ്പെടുകയാണ് മനുഷ്യന്റെ നിസ്സഹായത, ബോധ്യപ്പെടുകയാണ്. സോക്രട്ടീസ്, ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകൻ, അദ്ദേഹം ഒരു വലിയ മാരക വിഷ കുടിച്ചിട്ടാണ് മരണത്തെ ഏറ്റുവാങ്ങിയത്. ഏകദൈവ വിശ്വാസിയായിരുന്നു അദ്ദേഹം. എന്നിട്ടും മരണത്തെ അദ്ദേഹം ഭയപ്പെട്ടു. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഗറില്ല പോരാളിയായ ചെഗുവേര എന്ന ധീരനായ മനുഷ്യൻ മരണത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് കാൽത്തുടകളിലേക്ക് വെടിയുണ്ട ഉതിർത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് മരണത്തെ തടുക്കാനാവാതെ മരണവെപ്രാളത്തിൽ തന്നെ കൊന്നു തരണം എന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുകയും മാരകമായ ഗുളിക കഴിച്ച് മരണത്തെ വരിക്കുകയും ചെയ്യുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ധീരന്മാരിൽ ഒരാളെന്ന് ലോകം പ്രശംസിച്ച പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ഭൂട്ടോ തൂക്കുമരത്തിലേക്ക് കയറുന്നത് അലറി വിളിച്ചുകൊണ്ട്, കാർ തട്ടഹസിച്ചുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കാനാകാതെയാണ് അവർ മരിച്ചുപോയത്. ലാലിമി അംഫുസഹും ഖാലൂ ഫീമ കുൻതും. അല്ലാഹുവിന്റെ മലക്കുകൾ ലാലിമുകളെ മരിപ്പിക്കാൻ വരുമ്പോ ലാലിമി അംഫുസഹും ഖാലൂ ഫീമ കുൻതും, എന്തൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ? അലം തകുൻ അർളുല്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഈമാൻ സ്വീകരിച്ച് ജീവിക്കാമായിരുന്നില്ലേ? വിശ്വാസം സ്വീകരിച്ച് ജീവിക്കാമായിരുന്നില്ലേ? കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാമായിരുന്നില്ലേ? ജന്തുലോകത്തുനിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കൊരു ജീവിതം തന്നിരുന്നില്ലേ? എന്തു പറ്റിപ്പോയി നിങ്ങൾക്ക്? സൂറത്ത് നിസായിലെ 97-ാമത്തെ വചനമാണ്. ഭേദക്കാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, ഞങ്ങളെ പടച്ചോന് ഇഷ്ടപ്പെട്ടവരെയാണ്. ഒരുപാട് അബദ്ധസഞ്ചാരം നടത്തി ജീവിച്ചിട്ടും അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹു 62-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ 5-6 വചനങ്ങളിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു, ഖുൽയാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും മൗലിയാ ഉലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത്ത് ഇൻ കുൻതും സാദിഖീൻ. അല്ലയോ വേദക്കാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്, ഭൂമിയിൽ മറ്റെല്ലാവരെക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ ഫതമന്നഉൽ മൗത്ത്, നിങ്ങളൊന്ന് മരണത്തെ കൊതിക്ക്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാൻ, സ്വന്തം ജീവിതത്തിന്റെ സ്വകാര്യതകൾ നമുക്ക് മാത്രം അറിയാം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അപാരമായ ഒരു വാക്ക്. നിങ്ങളുടെ സ്വകാര്യവും നിങ്ങളുടെ പരസ്യവും അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ വരും. അതെ, ആ വരവ് എന്തായിരിക്കും നമ്മുടേത്? നാം നമസ്കരിച്ചിട്ടുണ്ടോ? നോക്കൂ, സൂറത്ത് മുദ്ദസ്സിറിലെ 39 മുതലുള്ള വാചകം. അല്ല, ആ കുറ്റവാളികൾ, നരകത്തിലേക്ക് പോകുന്ന കുറ്റവാളികളെ നോക്കി സ്വർഗത്തിൽ ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലക്കകും ഫീ സഖർ. എന്താ നിങ്ങൾ നരകത്തിൽ പോയത്? അവരൊരുപാട് കാരണം പറയും. ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ ആഖിറത്തിനെ നിഷേധിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നൊരു വാക്ക്, ഹത്താ അതാനൽ യഖീൻ. അവർക്ക് ഉറപ്പ് വരുന്ന ദിവസം. എന്തുകൊണ്ടാണ് മൗത്തിനെ യഖീൻ എന്ന് ഖുർആൻ പല സ്ഥലത്തും വിളിച്ചത്?
യക്കീൻ, ഉറപ്പ്. അതായത് ഉലമാക്കൾ പറയുന്നത് ഒരാൾക്ക് മരണം ഉറപ്പായാൽ അയാൾ അള്ളാഹുവിനെ മനസ്സിലാക്കും, റസൂലിനെ മനസ്സിലാക്കും. അതേത് ഹിന്ദുവും ഏത് നിരീശ്വരവാദിയും ഏത് ക്രിസ്ത്യാനിയും മരണം ഉറപ്പായാൽ അള്ളണ്ടെന്ന് മനസ്സിലാക്കുമത്രേ, അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുമത്രേ, പരലോകമുണ്ടെന്ന് മനസ്സിലാക്കുമത്രേ, അയാൾ നരകവും സ്വർഗവും കാണുമത്രേ. മരണവേളയിൽ നമുക്കാർക്കും അനുഭവിക്കാനാവാത്ത, ആ മരിക്കുന്ന വ്യക്തി മാത്രം അനുഭവിക്കുന്ന ബാപ്പാന്റെ ഭൗതിക ശരീരം അവിടെയുണ്ട്. ബാപ്പ വേദന കൊണ്ട് പൊളയുന്നുണ്ട്, ബാപ്പ നരകം കാണുന്നുണ്ട്, ബാപ്പ സ്വർഗം കാണുന്നുണ്ട്, ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ആ ആവശ്യമില്ല. അവിടെ ഒരു ശുപാർശയും ഒരു ശഫാഅത്തും അവിടെ പരിഗണിക്കപ്പെടുകയില്ല. അതേ കണങ്കാലും കൂട്ടിപ്പിണയുന്ന സൂറത്ത് ഖിയാമ 75-ാം അധ്യായം അതിന്റെ മധ്യഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കണങ്കാലും കൂട്ടിപ്പിരിയുന്ന ആ മരണവെപ്രാളം, ആ മരണവെപ്രാളത്തിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ, ഒരു തിരിച്ചു വരാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. പടച്ചോനെ, ഒന്ന് മരണത്തിന്ന് പിന്തിച്ചിട്ട് തരണേ അല്ലാഹുവേ, ഒന്നെന്നെ പിന്തിച്ചിട്ട് തരണേ എന്ന് മനുഷ്യർ വിലപിക്കുമെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് ഞാൻ നിങ്ങളോട് ഒരു പോയിന്റ് എന്ന നിലയിൽ പറയുകയല്ല. ഫിറഔൻ, ഹാമാൻ, നമ്രൂദ്, അബൂജഹൽ ഒക്കെ നിങ്ങളൊന്ന് കണക്കാക്കി നോക്കി. അവരെ പേര് പോലും പിന്നെ ലോകത്തൊരാളും സ്വീകരിച്ചില്ല. മക്കളെ, നമ്രൂദിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഇബ്രാഹിം നബിയുടെ പേരുള്ള ഇബ്രാഹിം എന്ന് പേരുള്ളവർ ഈ സദസ്സിലുണ്ട്. നൂഹ് എന്ന് പേരുള്ളവർ ഈ സദസ്സിലുണ്ട്. അബൂജഹൽ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? നമ്രൂദ് എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? കാമാൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഫിറൗൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ലോകത്ത് 715 കോടി മനുഷ്യർക്കിടയിൽ അബൂജഹൽ എന്ന് പേരുള്ളവരുണ്ടോ? അല്ലാഹ് വെച്ചേച്ചിട്ടില്ല. ഒരു പേരിടാൻ പോലും അവർ യോഗ്യരല്ല എന്നല്ല പറയും. അതുകൊണ്ടാ ഈ ഭൂമിയിൽ അരാജകത്വം കാരണം അങ്ങനെയായിരുന്നില്ലേ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രഖ്യാപിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രഖ്യാപിച്ചത്, ഈ ഭൂമുഖത്തെ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ ഉലുവ് കാണിക്കാത്ത, ഫസാദ് ഉണ്ടാക്കാത്ത നല്ല മനുഷ്യർക്കുള്ളതാണ് സ്വർഗം. 2 നിലക്കുള്ള മരണങ്ങളുണ്ട്. ഒന്ന് ബേഡ മരണം. അതെ, ആ മനുഷ്യന്റെ അടുത്ത് കറുത്ത വസ്ത്രധാരികളായ, മുഖത്തൊരു സൗന്ദര്യവുമില്ലാത്ത മലക്കുകളുടെ ഒരു വലിയ മലക്കുകളുടെ സൈന്യം അവന്റെ മുമ്പിൽ വന്നു നിൽക്കും. പോവുകയല്ലേ, അവന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കില്ല. ആ ളാലിം അവന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കില്ല. അവന്റെ ശരീരത്തിൽ അടിച്ചും അവന്റെ മുതുകിൽ പ്രഹരിച്ചും അവനെ മലക്കുകൾ കൊണ്ടുപോകും, ആർത്തട്ടഹസിക്കും. അവന്റെ കരച്ചിലെങ്ങാനും നിങ്ങൾ കേൾക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബോധം കെട്ടുവീഴുമായിരുന്നു. കള്ളം പറയാത്ത നമ്മുടെ തിരുദൂതർ, ശത്രുക്കൾ പോലും കള്ളം പറഞ്ഞില്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ നമ്മുടെ തിരുദൂതർ, ആ തിരുദൂതർ പറയുന്നു എന്ത്? അന്നാറു ഹഖ്ഖുൻ അൽ ജന്നത്തു ഹഖ്ഖുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതിനുവേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മനുഷ്യരെ, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. മരണത്തിന് ടേസ്റ്റ് ഉണ്ട്. സൈനൈഡ് കഴിച്ചവന്റെ മരണം, ആക്സിഡന്റ് മരണം, ആത്മഹത്യ ചെയ്യുന്ന, കഴുത്തിൽ കയറിട്ട് മരിക്കുന്ന, സ്വാഭാവികമായി മരിക്കുന്ന, നാലിമായി മരിക്കുന്ന ഓരോരുത്തരുടെ മരണവും വ്യത്യസ്തമാണ്. അതെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. നിങ്ങൾ ചെയ്ത മരണം എന്തിനാ? മരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ റിസൾട്ട് വാങ്ങാനാ. അതെ, വിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അനുയായികൾ
പാടിയ വരികളിൽ അതുണ്ട്. മനോഹരമാണ് ആ വരി. എല്ലാ മനുഷ്യരും മരണമാകുന്ന വാതിൽ കടന്നുപോകും. ആ മരണമാകുന്ന വാതിൽ കടന്നു പോകുമ്പോ കർമ്മങ്ങളുടെ രേഖ കയ്യിൽ തരും. ഇന്നലെ മനോഹരമായി ഓഡിറ്റോറിയത്തിൽ ഓതപ്പെട്ട 17-ാം അധ്യായത്തിന്റെ മനോഹര വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവിടെ ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ എന്ന് പറഞ്ഞൊരു കിതാബ് തരും. അള്ളാഹുവിന്റെ തിരുദൂതർ അള്ളാഹ്ക്ക് എത്ര പ്രിയങ്കരമായിരുന്നു. ആ തിരുദൂതർ പോലും മലക്കുൽ മൗത്തിന്റെ സാന്നിധ്യത്തിൽ മരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ് ഖബറിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ അമ്പിയാക്കളും മരിച്ചുപോയി. അവരെല്ലാവരും മരിച്ചു പിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല 39-ാം അധ്യായം 42-ൽ പറയുന്നത് വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. അതുകൊണ്ടാണല്ലോ അല്ലാഹു പറയാണ്, ഉറക്കിൽ അല്ലാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചുവെക്കും. ഉറക്കിൽ അല്ലാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചുവെക്കും എന്ന് പറയുന്നു. എന്നിട്ട് ഖുർആൻ മനുഷ്യരോട് പറഞ്ഞു, ആ ആത്മാവിനെ പിടിച്ചുവെക്കുമ്പോ അല്ലാഹു മരണമുദ്ദേശിച്ചവർക്ക് ആ ആത്മാവിനെ വിട്ടുകൊടുക്കും. അല്ലാഹു മരണം നിശ്ചയിച്ചവർക്ക് ആ ആത്മാവിനെ വിട്ടുകൊടുക്കില്ല. അല്ലാഹു വീണ്ടും ജീവിക്കാൻ അനുവാദം നൽകിയവർക്ക് അതുകൊണ്ടാണ് ഉറങ്ങിയേക്കും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് നമ്മൾ പറയാൻ കാരണം, മരണവേദനയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആഖിറത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ ആഖിറത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അവിടെ പറയുന്നത് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവർ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവർ, ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചവർ. എന്റെ പൊന്നുമക്കളോട് ഒരുപാട് ഓർമ്മകൾ പ്രോഫ് കോണിലുള്ള ഒരു എളിയ പ്രബോധകനാണ് ഞാൻ. ഒരുപാട് കുട്ടികൾ നന്നായ ചരിത്രമറിയാവുന്ന ഒരു എളിയ പ്രബോധകനാണ്. മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചീത്ത ജീവിതത്തിന്റെ റിസൾട്ട് എന്താണ്? ചീത്ത ജീവിതത്തിന്റെ റിസൾട്ട് എന്താണ്? ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ഒളിച്ചോടിയ പെൺകുട്ടികൾക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഹിന്ദു പയ്യന്റെ കൂടെ മുസ്ലിം പയ്യന്റെ കൂടെ ഹിന്ദു പെൺകുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചോടിയിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? മദ്യപിച്ചിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? വ്യഭിചരിച്ചിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? തിന്മകളുടെ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയിട്ട് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങിപ്പോകും. 29-ാം അധ്യായം 50-ാമത്തെ വചനത്തിലും പറയും, അങ്ങനെ നമ്മൾ മടങ്ങിപ്പോകും. മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്തവരാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണവും ജീവിതവും സൃഷ്ടിച്ചത് ഏറ്റവും നന്നായി പ്രവർത്തിക്കാനാണ്, ഏറ്റവും നന്നായി പ്രവർത്തിക്കാനാണ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. ഇനി ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ, മാറാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനസ്സുണ്ടോ? നന്നാകാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനസ്സുണ്ടോ? തിരുവനന്തപുരത്തിന്റെ പള്ളി മെമ്പറിലെ കുത്തുബ കഴിഞ്ഞപ്പോ തടിച്ചു വലിയൊരു മനുഷ്യൻ എന്റെ മുമ്പിൽ വന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. അയാൾ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് നിങ്ങളോട് മാത്രമായിട്ട് ഒന്ന് സംസാരിക്കണം, എന്റെ മനസ്സൊന്ന് തുറന്നു പറയണം. വിതുമ്പുകയാണ് എന്റെ ഹൃദയം. ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ അയാൾക്ക് വേണ്ടി മാറി നിന്നു കൊടുത്തു. അയാൾ പറഞ്ഞു, ഉസ്താദേ, കഴിഞ്ഞ കുറച്ചു കാലമായിട്ടേ ഉള്ളൂ ഞാൻ തൗഹീദ് സ്വീകരിച്ചു. ഞാൻ മുസ്ലിമാണ്, തൗഹീദ് സ്വീകരിച്ച് അള്ളാഹിനെ മാത്രമേ ആരാധിക്കൂ. പക്ഷെ ഞാൻ മദ്യപിക്കും, പല തിന്മകളും ചെയ്യും, പലിശയുമായി ബന്ധപ്പെടും. സത്യത്തിൽ ഉസ്താദേ, ഇന്ന് പോലും നിങ്ങളെ കുതുബ കേൾക്കാൻ ആഗ്രഹമുണ്ട്, എന്നിട്ട് പോലും ഞാനിവിടെ വന്നു. പക്ഷെ ഞാൻ രാവിലെ മദ്യപിച്ചിട്ടുണ്ട് ഉസ്താദേ. അതിൽ നിന്നും മോചനം നേടാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഉസ്താദേ, എന്നെ ഒന്ന് ഉപദേശിക്കണം ഉസ്താദേ. പൊട്ടിക്കരയുകയാണ്. ഞാൻ അയാളെ ആത്മാർത്ഥമായി ഉപദേശിച്ചു. അൽഹംദുലില്ലാ, ജീവിതത്തിൽ എന്നേക്കുമായി അയാൾ മദ്യപാനം ഉപേക്ഷിച്ചു. സഹോദരങ്ങളെ, മാറ്റം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം അലാ ഫഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. പാപക്കറകൾ ചെയ്ത് 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 തിന്മകൾ കണ്ട് 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 കേട്ട് ഹൃദയം കറുത്ത് മനസ്സിനൊരു സ്വസ്ഥതയുമില്ലാത്ത ബാപ്പാക്ക് മോനെ വേണ്ട, ഉമ്മാക്ക് മോനെ വേണ്ട, ആങ്ങൾക്ക് വേണ്ട, ഇത്താത്താക്ക് വേണ്ട, ആർക്കും വേണ്ട,
വൃത്തികെട്ട മനുഷ്യർക്കല്ലാതെ അവന് ആർക്കും വേണ്ട, രാജ്യത്തിന് വേണ്ട, ലോകത്തിന് വേണ്ട, കുടുംബത്തിന് വേണ്ട. എന്തൊരു ജീവിതമാണ് മക്കളെ. അതുകൊണ്ട് മാറാൻ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, പരിവർത്തനമുണ്ടാകാൻ, മരിച്ചു പോകുമെന്ന ഓർമ്മയാൽ നിരാശപ്പെടണമെന്നല്ല ഈ പറഞ്ഞത്. എനിക്ക് മരണമുണ്ടല്ലോ, കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമല്ലോ, ഉമറേ എനിക്ക് ഷർട്ട് കൊണ്ട എന്ന് പറഞ്ഞപ്പോ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, ഞാൻ ആഖിറത്തിൽ പറഞ്ഞോളാം ഉമറേ എന്ന് പറഞ്ഞപ്പോ കരയുകയാണ്. ബട്ടൺ അയച്ചു കൊടുക്കുകയാണ്, ഷർട്ട് അയച്ചു കൊടുക്കുകയാണ്, എല്ലാം കൊടുക്കുകയാണ്. ആഖിറത്തിൽ രക്ഷയോർത്ത് അവർക്കൊക്കെ ഉണ്ടായ മാറ്റം അല്ലാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. മക്കളെ, മാറാൻ ഈ അനുഗ്രഹം കിട്ടിയിട്ട്, ഈ 3 ദിവസം കിട്ടിയിട്ട്, ഒരു പ്യൂപ്പയിൽ നിന്ന് ഒരു പുഷ്പം, ഒരു പുഴു ഒരു വർണ്ണാഭമായ ചിത്രശലഭമായി പുറത്തു വരുന്ന പോലെ എന്റെ പൊന്നു മക്കളോട് നല്ല കേൾവിക്കാരാവണം നിങ്ങൾ. കേട്ട് നല്ലതാണെങ്കിൽ അത് നെഞ്ചകത്തേറ്റി അത് സ്വീകരിച്ച്, ഉമ്മച്ചി മാപ്പാക്കണേ, ഉമ്മച്ചി ഉപ്പ മാപ്പാക്കണേ, നിങ്ങൾ ചെലവഴിച്ച സമ്പാദ്യത്തിനൊരു വിലയും കൽപ്പിക്കാത്ത മോനാ ഞാൻ, നിങ്ങളുടെ പ്രാധാന്യം അറിയാത്ത മോനാ ഞാൻ. ഇന്ന് ഉപ്പ ആരാന്ന് ഞാൻ അറിഞ്ഞു, ഉമ്മ ആരാന്ന് ഞാൻ അറിഞ്ഞു, ആ കാൽഭാഗത്തിനിടയിൽ സ്വർഗമെന്ന് ഞാൻ അറിഞ്ഞു, നിങ്ങളുടെ കോപത്തിലാണ് റബ്ബിന്റെ കോപമെന്ന് ഞാൻ അറിഞ്ഞു, നിങ്ങളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് ഞാൻ അറിഞ്ഞു. ഉമ്മച്ചിനിക്ക് മാപ്പ് തരണം, ഉപ്പനിക്ക് മാപ്പ് തരണം, സാറിനിക്ക് മാപ്പ് തരണം. ഞാൻ ഈ കോളേജിലെ വൃത്തികെട്ടവനായിരുന്നു, എനിക്ക് മാറണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മരണാനന്തര ജീവിതമുണ്ടെന്നറിഞ്ഞ അറബ് ജനത ജീവിതത്തിന്റെ നികല മേഖലകളിലും നീതിയുടെ കാവലാളുകളായി. പിന്നെ അവരൊരു പെണ്ണിനെയും നോക്കിയില്ല, പിന്നെ അവർ മദ്യത്തെ നോക്കിയില്ല, പിന്നെ അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചില്ല. കാരണം അവർക്കുറപ്പുണ്ടായിരുന്നു അള്ളാഹുലേക്ക് മടങ്ങുമെന്നും അവിടെ മറുപടി പറയുമെന്നും. ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അമൽ സ്വാലിഹാത്ത് ചെയ്യട്ടെ. ഇന്നു മുതൽ നമുക്ക് നന്നാവാം, തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കാം, എല്ലാ ചിന്മകൾക്കെതിരെയും പ്രവർത്തിക്കാം, നല്ല മക്കളായി ജീവിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.